പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സിനിമ ഋഷഭ മൂവിയാണ്. സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസാണ് കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചത്. 4-ാം ദിവസം ഞായറാഴ്ച കേരളത്തിൽ നിന്നും കളക്ഷനായി വന്നിരിക്കുന്നത് 8 ലക്ഷം രൂപ മാത്രമേ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. സിനിമയുടെ 4 ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 72 ലക്ഷം രൂപയാണ്. സിനിമയുടെ ബഡ്ജറ്റ് ഏവരെയും ഞെട്ടിക്കുന്ന ബഡ്ജറ്റ് തന്നെയാണ്. 70 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ്. പാൻ ഇന്ത്യൻ മൂവിയാണ് ഋഷഭ മൂവി. സിനിമയ്ക്ക് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടാൻ സാധിച്ചത് വെറും 1,40,00,000 രൂപയാണ്. 4 ദിവസത്തെ ഋഷഭ മൂവിയുടെ കളക്ഷൻ റിപ്പോർട്ട്. സിനിമ ഒരു ഡിസാസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത സിനിമ ഹാലെ മൂവിയാണ്. സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും പോസിറ്റീവ് റെസ്പോൺസാണ് നേടിയിരിക്കുന്നത്. 4-ാം ദിവസം കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 16,35,000 രൂപയാണ് സിനിമയ്ക്ക് 4-ാം ദിവസം കളക്ഷനായി വന്നത്. അതുപോലെ 4 ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 58 ലക്ഷം രൂപയിലേക്കാണ് സിനിമയുടെ കളക്ഷൻ വന്നു നിൽക്കുന്നത്. ടോട്ടൽ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നു നിൽക്കുന്നത് 1 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ടോട്ടൽ കളക്ഷൻ വന്നു നിൽക്കുന്നത്. അടുത്ത സിനിമ സർവമായം മൂവിയാണ്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച സിനിമയാണ് സർവമായം. സിനിമയ്ക്ക് ഗംഭീര പോസിറ്റീവ് റെസ്പോൺസാണ് കേരളത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമയുടെ കളക്ഷനും. സിനിമയ്ക്ക് ഞായറാഴ്ച ദിവസം കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചത് 5,70,00,000 രൂപയാണ് സിനിമയുടെ 4-ാം ദിവസത്തെ കളക്ഷൻ വന്നു നിൽക്കുന്നത്. ടോട്ടൽ 4 ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 18,50,00,000 രൂപയാണ് നിവിൻ പോളി സിനിമ നേടിയിരിക്കുന്നത്. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ വന്നു നിൽക്കുന്നത് 41 കോടിയിലേക്ക് നിവിൻ പോളി സിനിമ എത്തിയിരിക്കുന്നു. അടുത്ത 2 ദിവസത്തെ കളക്ഷനോട് കൂടി 50 കോടി ക്ലബിൽ കയറാനുള്ള എല്ലാ സാധ്യതയും ഈ സിനിമയ്ക്ക് കാണുന്നു. അടുത്ത സിനിമ ബബ്ബബ്ബ മൂവിയാണ്. സിനിമ ഞായറാഴ്ച ദിവസം കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 62 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ സാധിച്ചത്. ഇതോടുകൂടി 11 ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 25,39,00,000 രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ വന്നു നിൽക്കുന്നു. ടോട്ടൽ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 45,10,00,000 രൂപയിലേക്കാണ് സിനിമയുടെ കളക്ഷൻ വന്നു നിൽക്കുന്നത്. സിനിമ 50 കോടി ക്ലബിൽ കയറാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നു. അടുത്ത സിനിമ കളങ്കാവൽ മൂവിയാണ്. സിനിമയ്ക്ക് ഇന്നലെ ഞായറാഴ്ച ദിവസം കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 16 ലക്ഷം രൂപയാണ് സിനിമയുടെ 24-ാം ദിവസത്തെ കളക്ഷൻ വന്നു നിൽക്കുന്നത്. ടോട്ടൽ 24 ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 36,85,00,000 രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ വന്നു നിൽക്കുന്നു. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 85 കോടിയിലേക്കാണ് മെഗാസ്റ്റാർ സിനിമ എത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. എല്ലാവർക്കും നന്ദി.